കറിയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ വെജിറ്റബിൾ കറി എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഇന്ന് എന്റെ അമ്മ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. Now let's start cooking with my mom. ഹായ്. ഇന്നൊരു പയർ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അത് ഇത്തിരി വ്യത്യാസമുള്ള ഒരു പയർ മെഴുക്കുവരട്ടിയാണ്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടാം. ഇവായിട്ട് കടുക്, തിരികൂടി, രണ്ട് പച്ചമുളക്, കറിവേപ്പില, ഇത് ഉണക്കമുളക് 2-3 മുറിച്ചിട്ടത്, ഒരു സവോള, ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അച്ചിങ്ങാപ്പയറും മെഴുക്കുവരട്ടിയാണ്. അച്ചിങ്ങാപ്പയറും അതിന്റെ മണിയെല്ലാമായിട്ട് കഷ്ണമാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ചെമ്മീനാണ്. ഇത് എനിക്ക് കിട്ടിയിച്ചിരി വലിയ ചെമ്മീന്. അതിനെ ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് മുറിച്ചിട്ടുണ്ട്. ഇതുപോലെ നാട്ടിലൊക്കെ നമുക്ക് കുഞ്ഞു ചെമ്മീനില്ലേ, അതാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ തോരൻ മെഴുക്കുവരട്ടി വെക്കുന്നതിന്. ഈ ചെമ്മീനിലോട്ട് നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ. നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ പയറിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു തേങ്ങയുടെ കുത്തിട്ട് കൊടുക്കാം. പയറൊന്ന് ഇച്ചിരി രാവി വരുമ്പോഴത്തേക്കങ്ങ് നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. പിന്നെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. പയറിങ്ങനെ നടുക്കൊരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലോട്ട് ഒരു നുള്ളെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചില്ലി ഫ്ലെക്സ് ഇല്ലേ, ചില്ലി ഫ്ലെക്സ് ഒരു നുള്ളിടുക. കാരണം ഇപ്പം ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ഇട്ടാലേ അത് പയറുകറി ആകുമ്പോഴത്തേക്ക് അത് മൂത്തൊരു വേറൊരു വരും. ഈ സമയമാകുമ്പോൾ ഇടുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ആ ഒരു മുളകിന്റെ കുത്തൊന്നും അറിയത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ചില്ലി ഫ്ലെക്സ്, ആ എരിവ് മതി. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ ആ കുത്തമണം ഇപ്പം പെട്ടെന്ന് തന്നെ അത് മാറും. എന്നിട്ട് നമ്മൾ പയറുമായിട്ട് അതിനെ മിക്സ് ചെയ്യുക. ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുക. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി കൊടുക്കണേ. നല്ലതായിട്ട് ആവിയൊക്കെ വന്നു. നമ്മളിത് മൂടി വെച്ച് വേവിക്കല്ലേ, തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. മൂടി വെച്ച് വേവിച്ചാൽ ആ പയറിൻ്റെ ആ പച്ചക്കളറൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ പയറിപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പുരട്ടി വെച്ച കൊഞ്ച് ചെമ്മീൻ്റെ കുഞ്ഞതായിട്ട് മുറിച്ചതാണ്, അതിങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ പയറും കൊണ്ട് തന്നെ അതിനെ ഒന്ന് മൂടിക്കൊടുത്താൽ മതി. നല്ല തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. ഇപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെറിയ തീയിലിട്ട്
ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. കറി റെഡിയായി. നമ്മുടെ പയറുകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് വെന്ത് നല്ല ടേസ്റ്റ്. അപ്പോൾ ആ പയറിലൊക്കെ ആ ചെമ്മീൻ്റെ ആ ഫ്ലേവറും ഒക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി റെഡിയായി. അപ്പോൾ നമ്മുടെ പയറുകറി റെഡി ആയിട്ടുണ്ട്. Please do try this recipe and send your feedback after that. If you like this video, please do like, share, subscribe and comment to my channel. Bye bye and see you in next video.